പ്രവചനങ്ങൾക്ക് അപ്പുറത്ത് അമേരിക്കയിൽ നിന്ന് ഇതാദ്യമായി ഒരു മാർപ്പാപ്പയുണ്ടായപ്പോൾ പലരും തുടക്കത്തിൽ തെറ്റിദ്ധരിച്ചതാണ് ഒരുപക്ഷെ അമേരിക്കയുടെ സ്വാധീനത്തിലുണ്ടായ ഒരു മാർപ്പാപ്പ എന്നുവരെ പ്രചരണമുണ്ടായി. പക്ഷേ യഥാർത്ഥത്തിൽ പെറുവിൽ ദരിദ്രരോടൊത്ത് ജീവിച്ച് പാവങ്ങളുടെ മെത്രാൻ എന്ന് അറിയപ്പെട്ട ഒരു മാർപ്പാപ്പയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ്. കാരണം മീഡിയയിലൊന്നും റോബർട്ട് പ്രവോസ്റ്റ് മാർപ്പാപ്പയാവുമെന്ന്, റോബർട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയാവുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഫിലിപ്പീൻസിൽ നിന്നുള്ള വളരെ ജനകീയനായിട്ടുള്ള ലൂയിസ് ആൻ്റോണിയോ ടാഗ്ലെ, അതുപോലെ തന്നെ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള കർദിനാൾ പെരോളിൻ, അതുപോലെ തന്നെ ഇറ്റാലിയൻ കർദിനാൾ സൂപ്പി, ഹംഗേറിയൻ കർദിനാൾ പീറ്റർ എർദോ തുടങ്ങിയിട്ടുള്ള ആൾക്കാരുടെ പേരുകളാണ് മുഴുവൻ പ്രചരിച്ചിരുന്നത്. യൂറോപ്യൻ അല്ലെങ്കിൽ ഏഷ്യയിൽ നിന്ന് അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നിന്ന് ആരും അമേരിക്കയിൽ നിന്ന് ഒരു മാർപ്പാപ്പ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പലരും പറഞ്ഞത് അമേരിക്കയുടെ സ്വാധീനം പിന്നിലുണ്ടാവാമെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അമേരിക്കയിൽ ജനിച്ചു എന്നേ ഉള്ളൂ. ഷിക്കാഗോയിൽ ഒരു തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച ആളാണ്. അഗസ്റ്റീനിയൻ സഭയിൽ ചേർന്ന് 40 വർഷത്തോളം പാവപ്പെട്ട രാജ്യമായിട്ടുള്ള പെറുവിൽ പാവപ്പെട്ട മനുഷ്യരോടൊപ്പം ജീവിച്ചത്. അങ്ങനെ ഒരാളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ലോക കത്തോലിക്ക സഭയുടെ തലപ്പത്തെത്തിയിരിക്കുന്ന ലിയോ 14 മാർപ്പാപ്പ. ലിയോ 14 എന്ന പേര് തിരഞ്ഞെടുത്തത് തന്നെ വളരെ വിപ്ലവാത്മകമായിട്ടുള്ള പേരാണ്. 1868 മുതൽ 1903 വരെ ഭരിച്ചിരുന്ന ലിയോ 13 മാർപ്പാപ്പയുടെ പേരാണ്. 13 മാർപ്പാപ്പ തൊഴിലാളികളുടെ ചാക്രിക ലേഖനം റേരും നൊവേരും എഴുതിയ മാർപ്പാപ്പയാണ്. സഭയിൽ വലിയ തരത്തിൽ വിപ്ലവം കൊണ്ടുവന്ന മാർപ്പാപ്പയാണ്. അപ്പോൾ ലിയോ 14 എന്ന പേരിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സഭയിൽ, കത്തോലിക്ക സഭയിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്നുവെന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ കഴിഞ്ഞ ഒരു 50 വർഷം മുമ്പുള്ള ചരിത്രമെടുത്താൽ ഏതാണ്ട് 12 നൂറ്റാണ്ടോളം ഇറ്റാലിയൻ സെൻട്രിക് ആയിട്ടുള്ള, ഇറ്റാലിയൻ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സംവിധാനമാണ്. ലോകത്തെ മുഴുവൻ കത്തോലിക്കരെയും ഭരിച്ചുകൊണ്ടിരുന്നത് ഇറ്റാലിയൻ കൂരിയാണ്. അവിടെ വരുന്ന കർദിനാളന്മാരിൽ ഭൂരിപക്ഷവും അതുപോലെ തന്നെ മാർപ്പാപ്പമാരിൽ ഭൂരിപക്ഷവും ഇറ്റലിയിൽ നിന്നുള്ളവരായിരുന്നു. അതിന് മാറ്റം വന്നത് 1978 പോളണ്ടിൽ നിന്ന് ജോൺ പോൾ 2 മാർപ്പാപ്പ വന്നതോടെയാണ്. അപ്പോൾ അല്പം മാറ്റമുണ്ടായി. പിന്നീട് ജർമ്മനിയിൽ നിന്ന് ബെനഡിക്ട് 16 മാർപ്പാപ്പയുണ്ടായി. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ അർജൻറ്റീനയിൽ നിന്ന് വന്നതോടെയാണ് ഈ യൂറോപ്പ് കേന്ദ്രീകൃതമായ, ഇറ്റലി കേന്ദ്രീകൃതമായ മുഴുവൻ സംവിധാനങ്ങളും മാറണം എന്നുള്ള ചിന്തയുണ്ടായത്. അങ്ങനെ മാറ്റത്തിന് നേതൃത്വം വഹിക്കാൻ വേണ്ടിയാണ് ഇറ്റലിയിൽ നിന്നല്ലാത്ത പെറുവിൽ നിന്ന് അഗസ്റ്റീനിയൻ ചിന്തകളിൽ നിന്ന് വരുന്ന ഈ റോബർട്ട് ഫ്രാൻസിസിനെ കൊണ്ടുവന്നത്. അമേരിക്കയിൽ ജനിച്ചു എന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ ചിന്താഗതി മുഴുവൻ ലാറ്റിൻ അമേരിക്കൻ ഈ പാവപ്പെട്ട ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ച കാലഘട്ടത്തിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം സഭയ്ക്കുള്ളിൽ വലിയ വിപ്ലവത്തിന് തുടക്കം കുറിക്കുമെന്നുള്ള സൂചനയാണ് വരുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ എന്താണോ ചിന്തിച്ചത്, അദ്ദേഹം ലോകത്ത് മുഴുവൻ ചിന്താഗതികളിൽ വലിയ മാറ്റം വരുത്തി. പാവപ്പെട്ടവരുടെ പക്ഷം ചേർന്നു. മറ്റേ യൂറോപ്യൻ രാജ്യങ്ങൾ എതിർത്തിട്ട് പോലും എല്ലാ ജാതി മത വിഭാഗങ്ങളിലും പെട്ട അഭയാർത്ഥികളായിട്ടുള്ള കോടിക്കണക്കിന് ആൾക്കാർക്ക് വേണ്ടി നിലപാടെടുത്തു. ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ പാലസ്തീൻ്റെ പക്ഷത്ത് നിന്നു. സ്ത്രീകളും കുട്ടികളോടൊപ്പം നിന്നു. തൻ്റെ അവസാന ശ്വാസത്തിലും പാപ്പ മൊബൈൽ ഗസയിലെ കുഞ്ഞുങ്ങൾക്കായി സമർപ്പിച്ചു. തൻ്റെ ബാക്കിയുണ്ടായിരുന്ന $2 ലക്ഷം അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് റോമിലെ ഈ തടവുകാരായി കിടക്കുന്ന ജയിൽവാസികൾക്ക് വേണ്ടി നീക്കിവെച്ചു. ഇങ്ങനെ സമൂഹത്തിൽ പുറന്തള്ളപ്പെട്ടവരും ആരും മൈൻഡ് ചെയ്യാത്തവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായിട്ടുള്ള ജനതയോടൊപ്പം നിന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ മാറ്റത്തിന് വേണ്ടി കൊണ്ടുവന്ന ആളാണ് ഈ റോബർട്ട് ഫ്രാൻസിസ് എന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. ഒരുപക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പ പുറത്തേക്ക് ഏറ്റവും ശക്തമായി പിന്തുണച്ചിരുന്ന ടാഗ്ലെയും അതുപോലെ തന്നെ ഭരണക്രമത്തിൽ മാർപ്പാപ്പയുടെ ഏറ്റവും പിന്തുണക്കാരനായിരുന്ന പെരോളിനെയൊക്കെയാണ് എല്ലാവരും മീഡിയ മുഴുവൻ തുറന്നു പറഞ്ഞത് മാർപ്പാപ്പയാവുമെന്ന്. പക്ഷേ അതിനിടയിൽ ഒരു നിശബ്ദ വിപ്ലവമായി ഉണ്ടായിരുന്നു അവിടെ റോബർട്ട് ഫ്രാൻസിസ്. അദ്ദേഹം ഈ കാര്യങ്ങളിലൊന്നും ഇടപെട്ടിരുന്നില്ല. പക്ഷേ കർദിനാളന്മാർക്കറിയാമായിരുന്നു ഇങ്ങനെ ഒരാൾ കടന്നു വരുന്നുണ്ടെന്ന്. ചില മാധ്യമങ്ങൾ മാത്രമാണ് അമേരിക്കയിൽ നിന്ന് ഇങ്ങനെ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്ത എന്ന ഒരു കർദിനാൾ വരുന്നുണ്ട്. കാരണം അദ്ദേഹത്തെ കൊണ്ടുവന്നത്, മാർപ്പാപ്പ റോമിൽ കൊണ്ടുവന്നത് 2 വർഷം മുമ്പാണ്.
അധികാരം കൊടുത്തത് മുഴുവൻ മെത്രാന്മാരുടെയും ആയിരക്കണക്കിന് മെത്രാന്മാരുടെ സിനഡിൻ്റെ തലപ്പത്താണ് കൊണ്ടുവന്നത്. അപ്പോൾ മെത്രാന്മാരെ നിയമിക്കുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ മെത്രാന്മാരുടെ സിനഡ് നടത്തുന്ന കാര്യത്തിൽ ഇതിലൊക്കെ വലിയ സ്വാധീനം ചെലുത്തുകയും 2 വർഷം കൊണ്ട് അലകും പിടിയും മാറ്റിയെടുക്കുകയും ചെയ്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റോമിലുള്ള കർദിനാളന്മാർക്ക് വളരെ കൃത്യമായിട്ട് കത്തോലിക്ക സഭ ഈ രീതിയിൽ പോയാൽ ചെറുപ്പക്കാരിൽ നിന്ന് അകന്നു പോകും, ലോകക്രമത്തിൽ നിന്ന് അകന്നു പോകും, ജനങ്ങളിൽ നിന്ന് അകന്നു പോകും. ഈ വലിയ ബലം പിടിച്ച് ഒരു പ്രത്യേകിച്ച് ഡോഗ്മാറ്റിക് ആയിട്ടുള്ള ചിന്തകളും ദൈവശാസ്ത്രപരമായ പ്രസംഗങ്ങളുമായി കഴിയുന്ന ഒരു ക്ലർജി അല്ലെങ്കിൽ ഒരു പുരോഹിത വർഗത്തിൽ നിന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ചടുലമായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നേരിട്ടുള്ള ഇടപെടലിൻ്റെ ഒരു തലത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് റോബർട്ട് ഫ്രാൻസിസ് എന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ 135 വോട്ടവകാശമുള്ള കർദിനാളന്മാരിൽ 108 പേരെയും ഫ്രാൻസിസ് മാർപ്പാപ്പ കണ്ടെത്തിയെന്ന് പറയുമ്പോൾ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദിശയിലേക്ക് കത്തോലിക്ക സഭ 140 കോടി ജനങ്ങളുള്ള കത്തോലിക്ക സഭ മാറുന്നു എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് അറിയുന്നത്. ഒരുപക്ഷെ ഈ പറഞ്ഞ പേരുകളൊന്നും മാർപ്പാപ്പമാരായിട്ട് വരാത്തതിനെ കുറിച്ച് പറയാറുണ്ട്. മാർപ്പാപ്പയായി സിനഡിലേക്കും അല്ലെങ്കിൽ മാർപ്പാപ്പയായി സിസ്റ്റൈൻ ചാപ്പലിലെ കോൺക്ലേവിലേക്ക് ചെല്ലുന്നു, പക്ഷേ തിരിച്ചിറങ്ങുന്നത് വെറും കർദിനാളന്മാരായിട്ടാണ്. പോപ്പാണെന്ന് പറഞ്ഞ് കയറുന്നു, കർദിനാളന്മാരായി തിരിച്ചു വരുന്നു. പക്ഷേ പോപ്പാവുന്ന ഒരു പ്രഖ്യാപനമില്ലാത്ത ഒരാൾ വീണ്ടും കടന്നു വന്നിരിക്കുന്നു. 1978 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കടന്നു വന്നത് ഇങ്ങനെയാണ്. 2 ഇറ്റാലിയൻ കർദിനാളന്മാർ മാർപ്പാപ്പ സ്ഥാനത്തിന് വേണ്ടി പോരാടിയപ്പോൾ അതിനിടയിൽ നിന്ന് ആരും ശ്രദ്ധിക്കാത്ത പോളണ്ടിലെ പാവപ്പെട്ടവനായ കരോൾ വോയ്റ്റീവ് എന്ന കർദിനാൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായി കടന്നു വരികയായിരുന്നു. അതുപോലെ ഒരു നിശബ്ദ വിപ്ലവമായിട്ടാണ് ഇപ്പോൾ റോബർട്ട് ഫ്രാൻസിസ് കടന്നു വന്നിരിക്കുന്നത്. അമേരിക്കയുടെ പൗരത്വമുണ്ട്, ഒപ്പം തന്നെ പെറു എന്ന പാവപ്പെട്ട ദരിദ്ര രാജ്യത്തിൻ്റെ പൗരത്വമുണ്ട്. പക്ഷെ 40 വർഷവും 69 വയസ്സിനിടയിൽ ജീവിച്ചത് പെറുവിലാണ്. അതുകൊണ്ട് തന്നെ ലാറ്റിൻ അമേരിക്കയിലാണ് 40% കത്തോലിക്കരുള്ളത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ കത്തോലിക്ക രാജ്യങ്ങളാണ്. അപ്പോൾ കത്തോലിക്ക രാജ്യത്തിൻ്റെ പാവപ്പെട്ട ജനങ്ങളുടെ കൂടെ ജീവിച്ചുള്ള ഒരു സംവിധാനത്തിൽ നിന്നാണ് ഈ സഭയുടെ അലകും പിടിയും മാറ്റി ഇറ്റലിയിൽ നിന്നും റോമിൽ നിന്നും ഇതിനെ ആ അധികാര കേന്ദ്രങ്ങളിൽ നിന്നും മോചിപ്പിച്ച് അതാത് രാജ്യങ്ങളുടെ ഭരണക്രമങ്ങളിലേക്ക് കത്തോലിക്ക സഭയെ കൊണ്ടുപോവുക എന്ന ദൗത്യമാണ് അദ്ദേഹം ഏറ്റെടുക്കാൻ പോകുന്നത്. ഒരുപക്ഷെ പോപ്പിനെ തിരഞ്ഞെടുക്കുന്ന രീതിയിൽ തന്നെ മാറ്റമുണ്ടായേക്കാം. റോമിലെ കർദിനാളന്മാർ യൂറോപ്പിലെ കർദിനാളന്മാർ നിയന്ത്രിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ടാവുന്നു. അദ്ദേഹം അമേരിക്കക്കാരൻ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ യൂറോപ്പിൻ്റെ ആഗ്രഹമാണെന്ന് പലരും തെറ്റിദ്ധരിച്ചിരുന്നു. പക്ഷേ യൂറോപ്പിലെ പലരും ആഗ്രഹിച്ചതല്ല നടന്നത്. ഈ അമേരിക്കയുടെ പേര് മാത്രമുള്ള പെറൂവിയൻ ഉണ്ടായിരുന്ന കർദിനാളിനെ മാർപ്പാപ്പ സ്ഥാനത്ത് എത്തിച്ചത് ആഫ്രിക്കയും ലാറ്റിൻ അമേരിക്കയും ഏഷ്യയും ചേർന്നുള്ള ഒരു നീക്കമാണ്. ഒപ്പം യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുള്ള കർദിനാളന്മാരുടെ പിന്തുണയുണ്ടായിരുന്നു. അല്ലെങ്കിൽ 133 കർദിനാളന്മാർ വോട്ട് ചെയ്തതിൽ 89-ൽ കൂടുതൽ വോട്ട് അദ്ദേഹത്തിന് ലഭിക്കില്ലായിരുന്നു. അപ്പോൾ ഒരു നിശബ്ദനായി നിൽക്കുകയും ആഗോള തലത്തിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്ത ഒരു കർദിനാൾ എന്ന രീതിയിൽ അധികം ജനകീയനായിട്ട് അറിയപ്പെടുന്ന ആളല്ല. നേരത്തെ പറഞ്ഞ കർദിനാളന്മാരെ പോലെ ജനകീയമായിട്ട് അറിയപ്പെടുകയോ കത്തോലിക്ക സഭയിൽ അദ്ദേഹം സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മട്ടുപ്പാവിൽ വന്ന് ആശീർവാദം പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരാൾ കർദിനാളെന്നുള്ളത് ലോകം മുഴുവൻ അറിയുന്നത്. യഥാർത്ഥത്തിൽ അത്ഭുതപ്പെട്ടതാണ്. ഇദ്ദേഹത്തിന് ഒരു അമേരിക്കക്കാരനെ തിരഞ്ഞെടുത്തതിന് പിന്നിൽ ട്രംപിൻ്റെ സ്വാധീനമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹം നേരത്തെ ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത് അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള JD വാൻസിനെതിരെയാണ്. JD വാൻസ് നടത്തിയ ഒരു കമൻറ്റിൽ JD വാൻസ് തെറ്റാണ് പറയുന്നതെന്ന് പറയാൻ ധൈര്യം കാട്ടിയ ഒരു കർദിനാളാണ് ഇപ്പോൾ മാർപ്പാപ്പയായിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അമേരിക്കൻ പക്ഷപാതിയല്ല. അമേരിക്കയുടെ ഈ കുടിയേറ്റ വിരുദ്ധ നിയമങ്ങൾക്കെതിരെ അതിശക്തമായ നിലപാടെടുത്ത ആളാണ് അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിട്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ. അതേ നിലപാട് തന്നെയായിരിക്കും റോബർട്ട് ഫ്രാൻസിസ്. അമേരിക്കൻ പൗരനാണെങ്കിലും അമേരിക്കയുടെ പല നിലപാടുകളോടും എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ആളായിരിക്കും. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൽ പാലസ്തീൻ്റെ അല്ലെങ്കിൽ ഗസയിലെ കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും കൂടെ നിൽക്കുന്ന നിലപാടായിരിക്കും മാർപ്പാപ്പ സ്വീകരിക്കുക എന്ന് ഏതാണ്ട് വ്യക്തമാണ്. ഗസയിലെ ക്രൈസ്തവർക്കൊപ്പം നിൽക്കും. കാരണം പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദർശനങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഇപ്പോഴത്തെ പുതിയ മാർപ്പാപ്പ. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലും ഉക്രൈൻ യുദ്ധത്തിനെതിരെയുള്ള നിലപാട്, പാവപ്പെട്ടവരുടെ പക്ഷം ചേരുന്ന നിലപാട്, ഒപ്പം തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം ഇതുവരെ ഒരു മാർപ്പാപ്പമാരും സ്വീകരിക്കാത്ത ടെക്നോളജി, സാങ്കേതിക വിദ്യയുടെ
പുതിയ തലങ്ങളിലേക്ക് അദ്ദേഹം പ്രവേശിക്കുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ കത്തോലിക്ക സഭയിൽ ഡിജിറ്റൽ യുഗത്തിലേക്ക് കൊണ്ടുപോകുന്ന കർദിനാളാണ് അദ്ദേഹം. വെർച്വലായിട്ട് കുമ്പസാരിക്കാം, അതുപോലെ തന്നെ വെർച്വലായി സഭയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കാം, കുർബാന കാണാം. പ്രത്യേകിച്ച് ജയിലിൽ കഴിയുന്നവർക്ക്, പള്ളികളില്ലാത്തവർക്ക്, മതപീഡനം ഏൽക്കുന്നവർക്കൊക്കെ ഈ സഭയുമായി ബന്ധപ്പെടാൻ ഡിജിറ്റൽ വെർച്വൽ യുഗത്തിലേക്ക് സഭയെ കൊണ്ടുപോകുന്ന തരത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ആളാണ്. ഈ കുമ്പസാരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ കേൾക്കുന്ന സംവിധാനം, കാരണം വൈദികരില്ലാത്ത സ്ഥലങ്ങളിൽ അതിനെതിരെ റോമൻ കൂരിയയിലൊക്കെ എതിർപ്പുണ്ടായിട്ട് അതിനെയൊക്കെ തട്ടിമാറ്റിക്കൊണ്ടാണ് അദ്ദേഹം ആ തരത്തിൽ ടെക്നോളജി കൊണ്ടുവന്നത്. ടെക്നോളജി വെച്ചുകൊണ്ട് സഭയിൽ ആർക്കും റോമൻ കൂരിയയിലേക്ക് അല്ലെങ്കിൽ മാർപ്പാപ്പയ്ക്ക് പരാതി അയക്കാം, അതിന് മറുപടി ഉണ്ടാവും, അന്വേഷണം ഉണ്ടാവും. ഇപ്പോൾ കുട്ടികൾക്കെതിരെയുള്ള പീഡനം, അതുപോലെ തന്നെ സാമ്പത്തിക ക്രമക്കേട്, കറപ്ഷൻ, ഇതിൻ്റെ കാര്യത്തിലൊക്കെ അതിശക്തമായിട്ടുള്ള നിലപാടുണ്ടാവും എന്നുള്ള സൂചന തന്നെയാണ് റോബർട്ട് ഫ്രാൻസിസ് നൽകുന്നത്. ഒരുപക്ഷെ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ദൈവശാസ്ത്രപരമായിട്ടും ജനങ്ങളുടെ കാര്യത്തിലൊക്കെ നേടുന്ന ഒരു കാലഘട്ടമാണ്. ഒരു ഭാഗത്ത് സഭ അതിൻ്റെ ആചാരപരമായ 2000 വർഷത്തെ ഇതിലൂടെ കടന്നു പോകണം, അല്ലാതെ ജനങ്ങളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യങ്ങളിലോ ഇടപെടേണ്ടതില്ല, ഒരു സ്പിരിച്വൽ സഭയായിട്ട് മാത്രം പോയാൽ മതി എന്ന് വാദിക്കുന്ന യാഥാസ്ഥിതിക പാരമ്പര്യവാദികളുടെ നിലപാടുകളെ മുഴുവൻ മാറ്റി നിർത്തിക്കൊണ്ട് പുരോഗമനവാദിയായ, ഒരുപക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പയേക്കാൾ പുരോഗമനവാദിയായ ഒരാളായിരിക്കണം ഇദ്ദേഹം എന്നുള്ള രീതിയിലാണ്, പുതിയ മാർപ്പാപ്പ എന്ന രീതിയിലാണ് വിലയിരുത്തൽ വരുന്നത്. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു ജനകീയ സ്വഭാവം പുതിയ മാർപ്പാപ്പയ്ക്ക് ഉണ്ടാവുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. കാരണം ഒരു ജനകീയ ഇതായിട്ടുള്ള പോപ്പുലർ ലെവലിൽ ചിന്തിക്കുന്ന ഒരാളായിട്ട് കാണുന്നില്ല. കുറച്ചും കൂടി ഷൈ ആയിട്ടുള്ള, അല്പം മിതഭാഷിയായ, വലിയ രീതിയിലുള്ള വെളിച്ചത്തു നിന്നും പ്രകാശത്തിൽ നിന്നൊക്കെ മാറി കുറച്ച് ചിന്താപരമായ തരത്തിൽ ചിന്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ഒരുപക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയോ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെയോ ജനകീയ സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണമെന്നില്ല. പക്ഷെ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഒരുപാട് വിപ്ലവം കൊണ്ടുവന്ന മാർപ്പാപ്പ എന്ന രീതിയിലായിരിക്കും അറിയപ്പെടുന്നത്. വലിയ രീതിയിലുള്ള റെസിസ്റ്റൻസ്, എതിർപ്പ് അദ്ദേഹത്തിന് നേരിടേണ്ടി വരും. പക്ഷേ കാലത്തിനനുസരിച്ച് കത്തോലിക്ക സഭയെ, 140 കോടി വിശ്വാസികളുള്ള സഭയെ ജനങ്ങളുടെ സഭയാക്കി മാറ്റാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ലിയോ 14 എന്ന റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് എന്ന കർദിനാൾ ലോകമെമ്പാടും കത്തോലിക്കർക്കിടയിലും മറ്റു മതസ്ഥർക്കിടയിലും ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ ഓർമ്മിക്കപ്പെടും.